വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ജനുവരി 24 മുതൽ 31 വരെ പിട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റ് ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. LDF വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 10-ന് നിലമ്പൂരിലെത്തും. വികസന മുന്നേറ്റ ജാഥക്ക് നിലമ്പൂരിൽ ആവേശകരമായ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും UDF BJP കള്ളപ്രചരണങ്ങൾ തുറന്നുകാട്ടുന്നതിനുമായി LDF സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 10-ന് നിലമ്പൂരിലെത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ചന്തക്കുന്നിൽ വൈകുന്നേരം 4 മണിക്ക് വൻ സ്വീകരണം നൽകുമെന്ന് LDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UDF കാലത്തെ വികസന മുരടിപ്പും അഴിമതിയും ജനങ്ങൾ മറന്നിട്ടില്ലെന്നും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് കാഴ്ചവെച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. വടക്കൻ മേഖലാ ജാഥയിൽ MV ഗോവിന്ദനെ കൂടാതെ K സലീഗ, P സന്തോഷ് കുമാർ MP തുടങ്ങി വിവിധ ഘടകകക്ഷി നേതാക്കളായ 12-അംഗ ടീമാണ് ഉള്ളത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 16-ന് പാലക്കാട് ജില്ലയിലെ തരൂരിൽ സമാപിക്കും. സംസ്ഥാന ജാഥയ്ക്ക് മുന്നോടിയായി നിലമ്പൂർ അസംബ്ലി മണ്ഡല ജാഥ ഫെബ്രുവരി 1 മുതൽ 3 വരെ നടക്കും. ഫെബ്രുവരി 1-ന് വൈകുന്നേരം 4 മണിക്ക് പോത്തുകലിൽ നിന്ന് തുടങ്ങി ഫെബ്രുവരി 3-ന് വൈകുന്നേരം 6 മണിക്ക് കൊളക്കണ്ടത്ത് സമാപിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ് ജാഥ ക്യാപ്റ്റനായും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ വൈസ് ക്യാപ്റ്റനായും LDF മണ്ഡലം കൺവീനർ E പത്മാഷൻ മാനേജറായും ജാഥയ്ക്ക് നേതൃത്വം നൽകും. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരിക്കും ജാഥ പ്രയാണം നടത്തുക എന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B മുഹമ്മദ് റസാഖ്, CPI മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ, NCP ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഓരോ കാലത്തെയും ഓരോ സാഹചര്യവും ഒക്കെ പരിഗണിക്കണം. പണ്ടത്തേതുപോലെയാണോ? അപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷം നേരത്തെ BJPയെ എതിർത്തതുപോലെ, ഭൂരിപക്ഷ വർഗീയതയെ എതിർത്തതുപോലെ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തിരുന്നില്ല. അതിനൊരു കാരണം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇപ്പോഴും ഇന്നും അത് ശരിയാണ്. കാരണം ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയുടെ ഭരണാധികാരത്തിലെത്തിയിരിക്കുന്നു. ന്യൂനപക്ഷ വർഗീയത അത്രത്തോളം ഭീഷണിയല്ല. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. RSSനെ പോലെ തന്നെ അപകടകരമായ രീതിയിൽ ന്യൂനപക്ഷ വർഗീയത വളർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ്. ആ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. ആ മതരാഷ്ട്രവാദികളെ UDF കൂടെ നിർത്തുന്നു എന്ന് വരുമ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ന്യൂനപക്ഷം അല്ല ഇന്നത്തെ ന്യൂനപക്ഷം. ന്യൂനപക്ഷ സമുദായമല്ല, മറിച്ച് ഈ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഇത്തരം സംഘടനകൾ പഴയ പോലെയല്ല. ഇന്നവർ തീവ്ര നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നൊരു വിഷയം എന്താ? മുസ്ലിം ലീഗിന് എന്നൊക്കെ ആധിപത്യ പ്രതിസന്ധിയുണ്ടോ അന്നൊക്കെ അവർ തീവ്രവാദപരമായ നിലപാടിലേക്ക് പോകുന്നു. നേരത്തെ 2004 തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ മഞ്ചേരി മണ്ഡലത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ലീഗ് തീവ്രവാദപരമായ നിലപാടിലേക്ക് പോയി. NDF ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചു. ഇപ്പോൾ മൂന്നാമതൊരിക്കൽ കൂടി ഇടതുപക്ഷം വരാതിരിക്കാൻ തങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളം അപകടകരമാണ് എന്ന് ഞങ്ങളല്ല, മുസ്ലിം ലീഗ് പ്രസംഗിച്ചിട്ടില്ലേ? നിങ്ങളെന്താ അത് നോക്കാത്തത്? ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.